നമസ്കാരം. കോമ്പറ്റേറ്റീവ് ട്രാക്കർ സക്സസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 തുടങ്ങിയ PSC പഠനം 4 വർഷം കൊണ്ട് ഇടം നേടിയ ലിസ്റ്റുകളുടെ എണ്ണം പറയുവാണെങ്കിൽ ASM ഉണ്ട്, LD, VFA, കമ്പനി ബോർഡ് OA, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകളിൽ ഇടം നേടിയ ഒരാളാണ് നമ്മുടെ രാജലക്ഷ്മി. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം രാജലക്ഷ്മി നമ്മളുടെ തന്നെ കുടുംബത്തിലെ ഒരു അംഗമാണ്. നമ്മളോടൊപ്പം കുറച്ചധികം നാളുകൾ നമ്മളോടൊപ്പം മെന്ററായും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് രാജലക്ഷ്മി നിന്ന് തന്നെ അറിയാം എങ്ങനെയാണ് പഠിച്ചത്, ഇത്രയധികം ലിസ്റ്റുകളിൽ എങ്ങനെ ഇടം നേടി, ഇതെല്ലാം നമുക്ക് രാജലക്ഷ്മി നിന്ന് തന്നെ അറിയാം. അതിന് മുൻപായിട്ട് സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ രാജലക്ഷ്മിയെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. സുഖല്ലേ? ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ബിവറേജിലാണ്. ബെവറേജ് കോർപ്പറേഷനിലാണ്. എത്ര നാളായി കയറിയിട്ട്? ഒരു 6 മാസമായി. 6 മാസമായിട്ടുണ്ട് അല്ലേ? ശരി, രാജലക്ഷ്മിയെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാൻ എവിടെ നിന്ന് വരുന്നു? വീട് ഇവിടെ എറണാകുളം തന്നെയാണ്. ഇപ്പം PG കഴിഞ്ഞു, MS കംപ്ലീറ്റ് ചെയ്തിട്ടാണ് PSC എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത്. MSc ഏതിലായിരുന്നു? MSc ബോട്ടണിയാണ്. ബോട്ടണി ആയിരുന്നു. ഓക്കെ. പിന്നെ പഠിച്ചതൊക്കെ ഡിഗ്രി ചെയ്തത് ഇവിടെ ഭാരത് മാതയിൽ തന്നെയാണ്. PG MA കോളേജ് കോതമംഗലം. 2018 PG കഴിഞ്ഞത്. 2018 PG പാസ് ഔട്ട് ആകുന്നത്. പൊതുവെ PSC റാങ്ക് ലിസ്റ്റിൽ വരുന്ന കുട്ടികളുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിഗ്രി കഴിഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ ഡിഗ്രിക്ക് മുൻപേ ഇത്രയധികം ലിസ്റ്റിൽ കയറുന്ന കുട്ടികളുടെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലോട്ടാണ് പലരെയും കണ്ടിട്ടുള്ളത്. ഇത് PG എല്ലാം കഴിഞ്ഞ് ആണ് PSCയിലോട്ട് തിരിയുന്നത് തന്നെ അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് മുൻപായിട്ട് PSCയെ കുറിച്ചൊരു തോട്ടോ അല്ലെങ്കിൽ പഠിക്കണം അങ്ങനെ ഒന്നും മനസ്സിൽ കൂടെ പോയിട്ടില്ല, അതുകൊണ്ടാണോ അതോ? അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് PSCയെ പറ്റി കുറച്ചുകൂടി അറിയാൻ കഴിഞ്ഞാൽ ഞാൻ PG പഠിക്കുന്ന സമയത്തായിരുന്നു. PG കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ B.Ed എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു, കുറെ പേര് നെറ്റ് അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പൊ നമ്മള് കുറച്ച് ഇപ്പൊ 2-3 അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ PSC പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം എന്തായാലും കിട്ടും, ഇത് നമുക്കൊരു സെക്യൂരിറ്റി ഉള്ള ഒരു ജോബാണത് എന്തായാലും. അപ്പം അങ്ങനെ അതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് PSC എന്നാൽ പിന്നെ നെറ്റ് ഒന്നും നോക്കണ്ട, B.Edന് പോകണ്ട, PSC എന്ന് പറഞ്ഞാൽ അങ്ങനെ കോച്ചിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങുന്നു. 2018 പഠനം സ്റ്റാർട്ട് ചെയ്തത്. 2018 PG കഴിഞ്ഞു. 2019 പഠിച്ചു തുടങ്ങുന്നത്. കോച്ചിങ്ങിനൊക്കെ പോയി പഠിച്ചു തുടങ്ങും. അപ്പൊ തന്നെ പഠിക്കുക എന്നൊരു ഘട്ടത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? തന്നെ പഠിച്ചു തുടങ്ങിയത് കൊറോണ വന്ന സമയത്തായിരുന്നു. ആ 2019 ഒരു 6 മാസത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയായിരുന്നു. പോയി അത് കഴിഞ്ഞ് ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും കൊറോണ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 2020 ആ സമയത്തൊക്കെ കംപ്ലീറ്റ് കൊറോണ ആയിരുന്നല്ലോ. നമ്മളിങ്ങനെ അന്ന് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരായിട്ട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കൊക്കെ ഇടുന്നു, അങ്ങനെ പഠിക്കുന്നു, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ ആ സമയങ്ങളിലൊന്നും കാര്യമായിട്ട് പരീക്ഷകൾ നടന്നിട്ടില്ല? ഇല്ല, ഒരു എക്സാം നടന്നിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലോണം സമയം കിട്ടി എന്ന് പറയാം പഠിക്കാനായിട്ട് അല്ലേ? ഏത് വിഷയമായിരുന്നു സ്ട്രെങ്ത് എന്ന് പറയാനുള്ളത്? എനിക്ക് സ്ട്രെങ്ത് എന്ന് പറയാനായിട്ട് GK തന്നെയായിരുന്നു. GK എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, അങ്ങനെ അധികം റിവൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ അന്നേരം മാത്സും ഇംഗ്ലീഷും നല്ല വീക്കായിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചു ബോട്ടണി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ബോട്ടണി അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾ സ്ട്രെങ്ത് ആണെന്ന് പറയുമായിരിക്കും. അങ്ങനെയല്ല. സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് GKയുടെ കൂടെ ഇത് ഉൾപ്പെടുമല്ലോ, സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടുമല്ലോ. അത് നമുക്ക് PSCക്ക് വലിയ മാർക്കിലേക്ക് അങ്ങനെ പോകുന്നില്ല സയൻസ്. പിന്നെ നമുക്ക് കൂടുതൽ എപ്പോഴും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും മാത്സും മലയാളം തന്നെയാണ്. അതാണ്. ഇംഗ്ലീഷും മാത്സും മലയാളമായിരുന്നു ബുദ്ധിമുട്ട്. അപ്പൊ അത് പഠിക്കാൻ എന്ത് സ്ട്രാറ്റജിയാണ് എടുത്തിട്ടുള്ളത്? മാത്സ് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം മാത്സ് എന്നത് ഈ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഒരു +2 കണ്ട് പിന്നെ നമുക്ക് അങ്ങനെ അത് പഠിക്കേണ്ടി അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത്ര സമയത്തിനുള്ള ഇത്ര ഒരു 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് ചെയ്ത് തീർക്കാന്നുള്ള ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല മറ്റു ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകണം. അപ്പൊ സമയം ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഓരോ ടോപ്പിക്കൊക്കെ ഒരു 2-3 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും മാത്സിന് വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കുമായിരുന്നു. മാത്സും ഇംഗ്ലീഷും അത്രയും ബുദ്ധിമുട്ടില്ല, മാത്സ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. സയൻസ് ഒരു ബോട്ടണി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ? അപ്പം കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠനത്തിൽ ഇംഗ്ലീഷും മാത്സും ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി കൊറോണ വന്നപ്പോഴത്തേക്ക് ഒരു 20-21 സമയത്തൊന്നും ഒരു എക്സാം ഒന്നും നടത്താതെ വന്നതുകൊണ്ട് നമ്മൾ കുറെ നേരം അങ്ങനെ ഇരിക്കേണ്ടി വന്നു. കുറെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. മടുത്തു ശരിക്കും മടുത്തു.
മടുത്തു തുടങ്ങി, അതായത് ഇനി പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നു. പഠനം നിർത്തിയായിരുന്നോ എവിടെയെങ്കിലും വെച്ച്? നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷെ എന്നാലും നമുക്ക് മടുപ്പ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രിലിംസ് 21 ആയപ്പോ പ്രിലിംസ്, പിന്നെ മെയിൻസ്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോഴും നമുക്ക് സമയം അങ്ങനെയായിരുന്നു. PSCയുടെ കാര്യം അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മള് പ്രിലിംസ് നടത്തിയ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തായാലും അതിന്റെ റിസൾട്ട് ഇടുകയുള്ളൂ. അപ്പോഴും നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ പ്രിലിംസ് കഴിയുമ്പോൾ എന്നാൽ മെയിൻസിന് പഠിക്കാന്നിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു, പിന്നെയും കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ എക്സാം നടത്തുന്നത്. അപ്പൊ നമ്മുടെ സമയം അത്രയും, കുറെ പേരൊക്കെ നമ്മളോട് പറയും നിർത്താം, പിന്നെ നമ്മൾ ഇറങ്ങി. വീട്ടിൽ നിന്നായാലും ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പം ഇത് നിർത്തിക്കൂടെ, ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം രാജലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വെൽ ഓഫ് ഫാമിലി, വളരെ ബേസിക് ആയിട്ട്, അതായത് സാധാരണക്കാരിയായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ജോലി ഒരുപാട് അത്യാവശ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് രാജലക്ഷ്മി വരുന്നത്. അപ്പം അങ്ങനെ ഒരു എങ്ങനെ അത്രയും നാളെ പിടിച്ചു നിൽക്കാൻ പറ്റി? അത് എന്റെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു, രണ്ടുപേരും സപ്പോർട്ടായിരുന്നു. പക്ഷെ എന്നാലും അമ്മയായിരുന്നു കുറച്ചുകൂടി ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. എന്തായാലും പഠിച്ചില്ലേ, അപ്പൊ എന്തായാലും കിട്ടുന്നവരെ പഠിക്കുന്നുള്ളൊരു സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് 2021 കൂടിയാണ് പരീക്ഷകൾ ആരംഭിച്ചത്. 22-ലായിരുന്നോ? 21-ലാണ് പ്രിലിംസ് നടന്നതൊക്കെ. അതിന്റെയൊക്കെ റിസൾട്ട് വന്നു. പിന്നെ 22 ആയപ്പോഴത്തേക്കും പിന്നെ മെയിൻ എക്സാം നടത്തി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നത് കമ്പനി ബോർഡിന്റെ എക്സാം ആണ്. കമ്പനി ബോർഡ് OA ലിസ്റ്റിലാണ് ആദ്യം വന്നത്. അപ്പൊ അതിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറണ്ട് LD ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊരു പ്രോസസ്സായിട്ട് ഇനിയും മുന്നോട്ട് പോകുക തന്നെയാണ് അല്ലേ? അതെ, നമുക്ക് എന്തായാലും കുറച്ചുകൂടി നല്ലൊരു കിട്ടുന്നവരെ നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലി വളരെ നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ എല്ലാവരും നമ്മളോട് നല്ല രീതിക്ക് തന്നെയാണ്, കുഴപ്പമില്ല, നല്ല രീതിക്ക് ഹാപ്പിയായിട്ട് പോകുന്നു. അപ്പം ASMന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ ASMന്റെ സിലബസ് റീസെന്റ് മാറിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഇപ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക് ഇല്ല, ഒറ്റ എക്സാം ആണ്. ഒരൊറ്റ എക്സാമേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഒഴിവുകൾ ഇന്നലെ ഇപ്പം നമ്മൾ അറിഞ്ഞു 408ഓളം പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ASMല്. അപ്പം ASM എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, എന്താണ് അവർക്ക് രാജലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ASMന്റെ റാങ്ക് ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ഒരു 20 മാർക്ക് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അതില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സിലബസിൽ തന്നെ മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് എക്സാമിന് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് എഴുതേണ്ട കാര്യമുള്ളൂ. നമുക്ക് അതിനുവേണ്ടി എക്സ്ട്രാ നമുക്ക് സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്കും പഠിച്ചു വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൂളായിട്ട് പോയി എഴുതാവുന്ന എക്സാം തന്നെയാണ്. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രൊമോഷനൊക്കെ ഉള്ള നല്ലൊരു പോസ്റ്റാണ്. അതെ. അപ്പം ASMന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ട് കളയരുത്, നല്ലൊരു അവസരമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിയമനം നടക്കുന്നില്ല എന്നൊരു പരാതിയും സങ്കടമായിരുന്നു. പക്ഷെ അതിപ്പം റീസെന്റ് 408 വേക്കൻസിയോളം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പരാതിക്കും അവിടെ ഒരു ശമനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന ലിസ്റ്റിൽ തന്നെയാണ് അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് പ്രതീക്ഷയാണ് അല്ലെ, അടുത്ത വർഷത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ASMന്റെ കാര്യം പറഞ്ഞു, പല എക്സാംസിലാണ്. ഇപ്പോൾ രാജലക്ഷ്മിയെ സംബന്ധിച്ചോളം കമ്പനി ബോർഡ് OAയിൽ വന്നിട്ടുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, LDയിൽ വന്നിട്ടുണ്ട്, ASMൽ വന്നിട്ടുണ്ട്, പല എക്സാംസാണ്. അപ്പം ഇതിനെല്ലാത്തിനും കൂടിയുള്ള പഠനം കോമൺ ആയിരുന്നോ, അതോ പരീക്ഷയെ അടുപ്പിച്ച് പറഞ്ഞ സ്ട്രാറ്റജിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമായിരുന്നു? അത് കൂടുതലും എന്തായാലും ഇംഗ്ലീഷും മാത്സും മലയാളം നമുക്ക് എല്ലാ എക്സാമിനും ഉള്ളതാണ്. അപ്പൊ അതെന്തായാലും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ചുകൂടി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എക്കണോമിക്സ് അതിലൊക്കെ ഒരു LD ലെവലായിരിക്കത്തില്ല അവിടെ ചോദിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പഠിച്ചിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ +1 +2ന്റെ പൊളിറ്റിക്സ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന അവിടുന്ന് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ശ്രീധരമേനോൻ സാറിന്റെ പുസ്തകം കേരള ഹിസ്റ്ററി എന്നൊക്കെ വരുന്നത് അതൊക്കെ നല്ല രീതിക്കും പഠിച്ചിട്ട് തന്നെയാണ് പോയത്. SCRT പാഠപുസ്തകങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. റാങ്ക് ഫെയിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ SCRT ആണ്. ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ അങ്ങനെ ഓരോ നമ്മളിപ്പോൾ സയൻസ് എടുത്താൽ ഏത് വിഷയത്തിനാണെങ്കിലും ഓരോ ചാപ്റ്റർ വൈസ് ഞാൻ എഴുതി തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എത്ര സമയം എടുത്തു ഈ പാഠപുസ്തകങ്ങൾ ഇത്രയും പഠിക്കാനായിട്ട്? പാഠപുസ്തകങ്ങൾ പഠിക്കാൻ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഞാൻ യൂട്യൂബ് ക്ലാസ് കാണാറുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം ഞാൻ തന്നെ വായിച്ച് മനസ്സിലാക്കി എനിക്ക് അറിയില്ലാത്ത പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കും. അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോ ചാപ്റ്റർ വൈസ് എഴുതി അങ്ങനെയാണ് പഠിച്ചത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഷോർട്ടായിട്ടൊന്നും നോക്കത്തില്ല. പഠിക്കുമ്പോൾ അങ്ങ് നല്ല രീതിക്കും പഠിച്ചു പോകുമായിരുന്നു അല്ലേ? ഏതൊക്കെ ടെക്സ്റ്റ് നോക്കിയിട്ടുണ്ട്? എല്ലാ വിഷയങ്ങളും നോക്കിയിട്ടുണ്ടോ? ഏതൊക്കെ വിഷയങ്ങൾ നോക്കിയിട്ടുണ്ട്?
എല്ലാ സബ്ജക്റ്റും തന്നെ. ഇപ്പൊ 5ാം ക്ലാസ് തൊട്ട് നമുക്കിപ്പോ ചെറിയൊരു പോയിന്റ് തന്നെ. ഇപ്പൊ നമ്മള് 5ാം ക്ലാസ്സിൽ ഒരു പാഠപുസ്തകം ഉണ്ട്, അതിൻ്റെ അകത്തുനിന്നാണ് കഴിഞ്ഞ LDക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അത് എനിക്കന്ന് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് 5ാം ക്ലാസ്സിലെ സോഷ്യലിന്റെ പുസ്തകത്തിൽ നിന്നാണ് അത് വന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയത്. ഇനി വരുന്ന എക്സാം, കാരണം നമുക്കിപ്പോൾ നിയമനം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു റാങ്ക് ലിസ്റ്റിന്റെ തുടക്കത്തിൽ നമ്മൾ വരുവാണെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് വന്ന് ഒരു 4-5 മാസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും ജോലിക്ക് കയറാൻ പറ്റും. നമ്മളങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു പോയിന്റ് 3-3യുടെ വ്യത്യാസത്തിലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ബാക്കിലേക്ക് പോകുന്നത്. കാരണം എല്ലാവരും നമ്മളെ പോലെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം നമ്മൾ നല്ല രീതിക്ക് ഒരു മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടിയാൽ നമ്മളൊരു 100 റാങ്ക് മുന്നിലേക്ക് നിൽക്കാം നമുക്ക് എന്തായാലും പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോൾട്ട് ആദ്യത്തെ എക്സാമിൽ പറ്റിയതുകൊണ്ട് പിന്നീട് അത് ഒഴിവാക്കിയിട്ടാണ്, അങ്ങനെ വരരുതെന്ന് കരുതിയിട്ടാണ് പിന്നെ പഠിച്ചു തുടങ്ങിയത്. ഏതെങ്കിലും എക്സാമിൽ അല്ലെങ്കിൽ ഈ ഒരു പഠന സ്ട്രാറ്റജിയിൽ വന്നിരുന്ന പിഴവ് കാരണം ഏതെങ്കിലും എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റാതെ വന്നിട്ടുണ്ടോ? എത്താൻ പറ്റാതെ വന്നിട്ടില്ല, പക്ഷെ അവസാനം ആയിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ LDയിലാണെങ്കിലും ഒരുപാട് റാങ്ക് ലിസ്റ്റ് ഒത്തിരി ലാസ്റ്റാണ് വന്നത്. അവിടം തൊട്ടാണ് പിന്നെ കുറച്ചുകൂടി പഠിക്കണമെന്ന് കരുതിയിട്ട് പിന്നെ വന്ന എക്സാമിൽ പക്ഷെ മുന്നോട്ട് കയറി. അവിടുന്ന് എന്തെല്ലാം മാറ്റങ്ങൾ ആ ഒരു LDയിൽ നമ്മൾ ലാസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു, അടുത്ത LDയിൽ അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരണം എന്ന് തീരുമാനിച്ചു. സോ അവിടെ എന്തെല്ലാം ചേഞ്ചസ് വരുത്തി പഠനത്തിൽ? അവിടെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ. ഇപ്പൊ ഞാൻ എന്തായാലും ആദ്യമൊക്കെ നല്ല രീതിക്കും വായിച്ചിട്ടൊക്കെ പോയതെങ്കിൽ എന്റെ മെമ്മറിയിൽ അതൊന്നും നിൽക്കുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നീട് എല്ലാം എഴുതി പഠിക്കാൻ തുടങ്ങി. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആണെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസുള്ള പോയിന്റ്സ് ഒക്കെ നല്ല രീതിക്കും ബുക്കിലേക്ക് മാറ്റി എഴുതി പിന്നെ നന്നായിട്ട് റിവൈസ് ചെയ്ത് തുടങ്ങി. റിവിഷൻ കുറവായിരുന്നു, എന്നൊക്കെ പെട്ടെന്നൊക്കെ ഉള്ള ഒരു ഓടിച്ചുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ എക്സാമിന്. പിന്നീടത്തെ എക്സാം വന്നപ്പോഴത്തേക്കും അങ്ങനെയല്ല എന്നുള്ള രീതിക്ക് എന്തായാലും അത് മനസ്സിലാക്കി എന്തായാലും കയറിയേ പറ്റൂ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ എഴുതി പഠിച്ചു. നല്ല രീതിക്ക് റിവിഷൻ നന്നായിട്ട് ചെയ്തായിരുന്നു. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് എന്തായാലും. തീർച്ചയായിട്ടും റിവിഷൻ ഭയങ്കര മറന്നു പോകുന്നു എന്നൊരു പരാതിയാണ് കുട്ടികൾ എപ്പോഴും പറയാറ്. പക്ഷെ അതിന് റിവിഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല അല്ലെ? ഇപ്പം ആസ് എ PSC കാൻഡിഡേറ്റ് രാജലക്ഷ്മിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് കൂടുതലായിട്ടെന്ന് വെച്ചാൽ എന്തായാലും നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം ഒരു ദിവസം ഒരു ഷെഡ്യൂൾ ചെയ്യും. നമുക്കിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഓരോ ദിവസം ഇത്ര മണിക്കൂർ ഇന്ന സബ്ജക്റ്റ് ആയിരിക്കും. എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യും, മാത്സും ഇംഗ്ലീഷും മലയാളം. അത് നിർബന്ധമായിട്ടും പഠിക്കും. ഒരു 3 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. പിന്നെ അല്ലാത്ത സമയങ്ങളിലൊക്കെ GK പഠിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ട 1 മണിക്കൂർ അത് ചിലപ്പോൾ OMR ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ എക്സാം മാർക്കും നമ്മൾ നോക്കും. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്താണ്ട് എപ്പോഴും ശ്രമിച്ചായിരുന്നു. പിന്നെ മടുപ്പാണ് കൂടുതലും. കാരണം വീക്ക്നെസ് എന്ന് പറയാനായിട്ടല്ലേ? വീക്ക്നെസ് എന്ന് പറയാണ്ട് മടുപ്പായിരുന്നു. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രിലിംസും മെയിൻസും നടത്തിയപ്പോൾ സമയം അങ്ങ് ഒരുപാട് പോയപ്പോൾ ഇരുന്നൊരു മടുപ്പങ്ങ് വന്നു. പിന്നെ ആദ്യത്തെ എക്സാമിൽ നല്ല രീതിക്കും റാങ്ക് ലിസ്റ്റ് ബാക്കി പോയപ്പോഴത്തേക്കും ഇനി എന്തായാലും കയറിയേ പറ്റൂ. വേറെ എക്സാം ആ സമയത്ത് വേറെ എക്സാം നടക്കേണ്ട നടത്തിയില്ല. അപ്പൊ ഇനി വരുന്ന എക്സാമിൽ കയറണം എന്നുള്ളൊരു ചിന്തയിൽ കൂടിയാണ് പഠിച്ചിരുന്നത്. ഈ മടുപ്പ് വരുന്ന സമയങ്ങൾ അതെങ്ങനെയാണ്? അപ്പൊ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. തുടങ്ങുന്നത് നമ്മളൊരു സ്പിരിറ്റിൽ അങ്ങ് തുടങ്ങും, പക്ഷെ പലപ്പോഴും നമ്മൾ വീണുപോകും, ഡ്രോപ്പ് ആവും. അപ്പം മടുപ്പ് വരുമ്പം എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുക? നമുക്ക് PSC തന്നെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിക്കും. പിന്നെ സിനിമ കാണും, ടെലഗ്രാമിലൊക്കെ നന്നായിട്ട് സിനിമ കാണും, യൂട്യൂബിൽ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അതങ്ങ് മാറും. പിന്നെ എന്നാലും വീണ്ടും പഠിച്ചു തുടങ്ങും. അങ്ങനെയാണ്. കാരണം നമ്മൾ എന്തായാലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂ കുറേ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും മടുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ എല്ലാവരും ഇതൊക്കെ വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, സീരീസ് ഒക്കെ കാണും. അത്യാവശ്യം സിനിമ കാണുന്ന ഒരാളാണ് എനിക്കറിയാം അല്ലേ? ഏത് സിനിമ അത്യാവശ്യം കയ്യിലുണ്ടാവാറുണ്ട്. അപ്പൊ അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്? ഇപ്പോഴൊക്കെ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ഒരു റുട്ടീൻ? പഠിക്കുന്ന സമയത്ത് റുട്ടീൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു, പ്രത്യേകിച്ച് കോവിഡ് സമയമായിരുന്നു, എന്തായിരുന്നു ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്തിരുന്നത്? എല്ലാ ദിവസവും ഒരേ സമയമാണോ പഠിച്ചുകൊണ്ടിരുന്നത്? കൂടുതലും എനിക്ക് വൈകിട്ട് പഠിക്കാനായിരുന്നു ഇഷ്ടം. ഒരു 7 to 9 വളരെ ഇഷ്ടമുള്ള സമയമായിരുന്നു. പിന്നെ രാവിലെ ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി 7 തൊട്ട് 10 മണി വരെ രാവിലെ. പിന്നെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഉറക്കം വരുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. പിന്നെ യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ ആ സമയത്ത് കാണും. അപ്പൊ നമുക്ക് കൂടുതൽ അങ്ങനെ ഉറക്കം വരത്തില്ലല്ലോ. പിന്നെ മാത്സ് ചെയ്യുമായിരുന്നു. മാത്സ് 2 മണി തൊട്ട് ഒരു 4 മണി വരെ 5 മണി വരെ ഒക്കെ കണ്ടിന്യൂസ് മാത്സ് ചെയ്യുമായിരുന്നു. അത് ത്രൂ ഔട്ട് അത് ഫോളോ ചെയ്തിരുന്നു? അതൊന്ന് മാത്സ് തറാവുന്നത് വരെ മാത്സ് തറാവുന്നവരെ അതങ്ങ് ചെയ്യുമായിരുന്നു. അത് അങ്ങനെ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു മാത്സ് പിന്നെ അത്യാവശ്യം നല്ല രീതിക്കും ചെയ്യാൻ പറ്റും എക്സാമിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ടൈം ടേബിൾ ആയിരുന്നോ അതോ? അല്ല, സ്വന്തമായിട്ട് തന്നെയായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലേക്കായിരുന്നു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നത്? അതെ. അത് ടോട്ടലായിട്ട് ചെയ്യുമായിരുന്നോ അതോ
ഇന്നത്തേക്ക് ഇത്രയും പഠിക്കാം അല്ലെങ്കിൽ നാളത്തേക്ക് ഇത്രയും പഠിക്കാം, അത് മാത്രമായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്? അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കും. ബാക്കി ജി കെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാണ്ട് 1 മണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു ആവറേജ് എത്ര സമയം പഠിക്കുമായിരുന്നു? ആവറേജ് തുടക്കത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 8, 9, 10 മണിക്കൂർ അടുത്തൊക്കെ പഠിക്കുമായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ നമ്മൾ എക്സാമിനോട് അനുബന്ധിച്ചാണ് നമ്മൾ അത്രയും സമയം, അന്നേരം നല്ല രീതിക്കും ഒരു 10, 13, 14 മണിക്കൂർ വരെയൊക്കെ നല്ല രീതിക്കും പഠിക്കുമായിരുന്നു എക്സാം അടുപ്പിച്ച്. ഈ പഠന സമയങ്ങളിൽ എത്ര സമയം റിവിഷന് വേണ്ടി മാറ്റി വെക്കുമായിരുന്നു? റിവിഷൻ എന്ന് വെച്ചാല് അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടുമ്പം റിവിഷൻ ഡേ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി റിവിഷൻ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ആഴ്ചയിലെത്തിയായിരുന്നു റിവിഷൻ കൂടുതൽ ചെയ്തോണ്ടിരുന്നത്. 7 ദിവസം പഠിക്കും, 8ാമത്തെ ദിവസം റിവിഷൻ, അങ്ങനെയായിരുന്നു വെക്കുന്നത്. അത്രയും ദിവസം പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ റിവിഷന് കൃത്യമായിട്ടൊരു സമയം കൊടുക്കുമായിരുന്നു. ഓക്കെ. അപ്പം മാത്സും ഇംഗ്ലീഷും മലയാളവും റിവിഷനും ഇതിന് കൃത്യമായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. SCERT പാഠപുസ്തകങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സമയം മുന്നോട്ട് പോകും. ഇപ്പം ജോലി കിട്ടുന്നതിന് മുൻപ് അല്ലേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു? എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജോലി വളരെ അത്യാവശ്യമുള്ള ഒരു വ്യക്തിയാണ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് പഠനവും അതിനുശേഷം നമ്മളോടൊപ്പമുള്ള മെന്റർഷിപ്പിലും. ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് വേണം എന്നറിയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് തന്നെയായിരുന്നു രാജലക്ഷ്മി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ഒരു ജോലി കിട്ടുന്നതിന് മുൻപും ഒരു ജോലി കിട്ടിയതിന് ശേഷവും ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? ജീവിതത്തിൽ ഇത് തന്നെ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, നമുക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സമൂഹത്തിലൊരു റെസ്പെക്ട് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഗവൺമെന്റ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത്, എനിക്കറിയില്ല എന്താണ് ആൾക്കാർ ചിലപ്പോൾ അവരുടെ ചിന്താഗതി ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ പഠിക്കുന്നത്, PSC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം എന്തായാലും ഉണ്ടാകും. പക്ഷെ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ, നീ ഇപ്പൊ എവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മളിവിടെ ഗവൺമെന്റ് സർവീസ്, നിനക്ക് കിട്ടിയോ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ. ഇപ്പൊ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലാണ് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു പ്രിവിലേജ് ഇപ്പൊ എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല രീതിക്ക് ഓക്കെ ആകും. ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം ആസ് എ പേഴ്സൺ ഒരു അഭിമാനം തോന്നി, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു അഡ്വൈസ് വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു ദിവസം. കാരണം ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചു, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ കുറെ ആൾക്കാർ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി ആക്കുന്നു, അപ്പൊ നമ്മളത് കാണുന്നേ ഉള്ളൂ. നമുക്കത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം ഇതല്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതിന്റെ അതുപോലെ തന്നെ ASM, ഒത്തിരി കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമാണ് ASM. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുന്നിൽ വരാൻ പോവാണ്. അപ്പോൾ ഈ പരീക്ഷകൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് അല്ലെങ്കിൽ PSC നിയമനം നടന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 38,000-അടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഒരുപാട് പേര് ഇപ്പോൾ PSCയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരോടൊക്കെ പുതിയതായിട്ട് പരീക്ഷ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടി ആരംഭിക്കുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ആസ് എ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പഠിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു കൺസിസ്റ്റൻസി നമ്മൾ എന്തായാലും നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന് അത് തന്നെയാണ്. കാരണം നമുക്ക് എവിടെയാണോ വീക്കായിട്ട് നമ്മുടെ ഒരു സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റാണോ നമുക്ക് വീക്ക്, അതിന് നമ്മൾ കുറച്ചുകൂടി സമയം കൂടുതൽ കൊടുക്കുക. പിന്നെ നമ്മൾ കുറെ ആൾക്കാർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യിക്കാനൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു തീരുമാനം അതെന്തായാലും നമുക്ക് വേണം. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് അത് എത്തിച്ചേരാൻ പറ്റും. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത്ര എക്സാമൊക്കെ പഠിച്ച് ഇപ്പോൾ ഒരു സർവീസിൽ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയൊരു എക്സ്ട്രാ ഓർഡിനറി അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് കുട്ടികൾക്ക്. എപ്പോഴും നല്ല മാർക്കിൽ നല്ല റാങ്കിലൊക്കെ പാസ്സാവുന്നവർക്ക് മാത്രമാണ് PSC വിധിച്ചിട്ടുള്ളത്. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. PSCയുടെ പഠനം മറ്റൊരു ലെവലിലാണ് അല്ലെ? അതൊരു വേറെ തലത്തിലാണ്. അവിടെ ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി, അങ്ങനെ ഒരു ക്ഷമ, അതെ, അതൊക്കെയാണ് അവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നും ഇല്ല അവിടെ. പാറ്റേൺ ഒക്കെ മാറിയ സമയത്തായിരുന്നല്ലേ എക്സാം ഉണ്ടായിരുന്നത്. ആ ഒരു പാറ്റേൺ ചേഞ്ച് സമയം വന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ആ പാറ്റേൺ ചേഞ്ചുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ എത്ര സമയം എടുത്തിരുന്നു? അത് കുറച്ചുകൂടി നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം നോർമൽ ലെവല് ഒരു 2016 വരെയുള്ള ഒരു എക്സാം നോക്കുവാണെങ്കിൽ എല്ലാ ഒരു 1 വേർഡ് ലെവൽ ക്വസ്റ്റ്യൻസും, ഒരു ഡിഗ്രി ലെവൽ എക്സാം തന്നെ LD-യേക്കാളും താഴ്ന്ന നിലവാരത്തിൽ PSC നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2020 ശേഷമുള്ള എക്സാം എന്ന് പറയുന്നത് നല്ല നിലവാരമുള്ള എക്സാം ആയിരുന്നു. LD ക്ലർക്ക് ആണെങ്കിൽ പോലും +1 +2 പുസ്തകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും, അതുപോലെ ഡിഗ്രി ലെവലാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ അറിയാം, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷ്മികാന്തന്റെ പുസ്തകമാണ് എല്ലാവരും പഠിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പം നമ്മളെ അത്യാവശ്യം ലെവലിൽ നമ്മൾ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഗ്രി ലെവൽ ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ എന്തായാലും നമുക്ക് പറ്റും. ഓക്കെ, +1 +2 ഏതെല്ലാം ബുക്കുകൾ നോക്കിയിരുന്നു? ബട്ട് 5 to 10 എല്ലാം നോക്കിയിരുന്നു നമ്മൾ പറഞ്ഞു. +1 +2 ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂ കാണുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം ദൈവമേ +1 +2 നോക്കണോ എന്നുള്ളതായിരിക്കും. +1 +2 ഏതെല്ലാം ബുക്സ് നോക്കിയിട്ടുണ്ട്? +1 +2 എന്താ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, പിന്നെ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫിയൊക്കെ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ എർത്തിന്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുകയാണെങ്കിലും കൂടുതലും ആ +1 +2 പുസ്തകത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. പിന്നെ എക്കണോമിക്സ് എല്ലാം തന്നെ അത്യാവശ്യം എക്കണോമിക്സ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലേ? അതിന്റെ ഒരു അപ്ഡേഷനും അറിഞ്ഞിരിക്കണം. അതെ, എക്കണോമിക്സ് എപ്പോഴും അങ്ങനെയാണ്, കുറച്ച് ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് കയറി വരുന്നത്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് എടുത്തിരുന്നു? കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്ര നാൾക്ക് മുമ്പ് പഠിക്കണം അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്തത്? കറണ്ട് അഫയേഴ്സ് ആദ്യമൊന്നും ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി കറണ്ട് അഫയേഴ്സ് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമുക്കിപ്പോൾ ഓരോ ചാനലുകളിൽ നിന്നൊക്കെ കറണ്ട് അഫയേഴ്സ് കിട്ടും. പിന്നെ യൂട്യൂബിലേക്കാണെങ്കിലും എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ചെയ്യുന്ന ചാനലുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ നോട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും തന്നെ പഠിക്കുമായിരുന്നു. ഡേ വൈസും പഠിക്കും, പിന്നെ എല്ലാം മന്ത്ലി വൈസും അത് റിവിഷൻ ചെയ്ത് പോകുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ആ ഒരു പഠനത്തിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സത്യം പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്നവർ PSC പഠിക്കണം എന്നൊരു വലിയൊരു ഉൾക്കാഴ്ചയോടുകൂടി വരുന്ന കുട്ടികൾ തന്നെ പഠന രീതിയിൽ വരുത്തുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം തെറ്റുകൾ? ഒരുപാട് ഫ്രണ്ട് സർക്കിളുണ്ട്, ഇത് പഠിക്കുന്ന കുട്ടികളുമായിട്ട് കണക്ഷനുള്ള ഒരാളാണ്, മെൻറ്റർഷിപ്പിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ വരുത്തുന്ന പൊതുവായിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? അതെങ്ങനെ കറക്റ്റ് ചെയ്യാം? പുതിയതായിട്ട് ഇപ്പോൾ PSCയിലേക്ക് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള യൂട്യൂബ് ചാനലിലും മറ്റുമൊക്കെ കയറി അങ്ങനെ പഠിക്കുന്നവരായിരിക്കും. അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, സിലബസിനെ പറ്റി ധാരണ ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ എക്സാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോ എക്സാമിൽ ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും അതുപോലെ തന്നെ 10th ആണെങ്കിലും അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് PSC നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ പുസ്തകങ്ങളാണെങ്കിലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ എന്തോരം പഠിക്കണമെന്നും അതിൻ്റെ അത് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഒരു മെൻറ്റർഷിപ്പ്, ഒരു കോച്ചിങ് നിങ്ങൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം നമ്മൾ എക്സാമിൻ്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു മെൻറ്റർഷിപ്പൊക്കെ എടുത്തിട്ട് അതിനുശേഷം നമുക്ക് കൂടുതൽ കണ്ടന്റിനൊക്കെ ആയിട്ട് മറ്റുള്ളതിനെ നമുക്ക് ആശ്രയിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇതെന്തായാലും കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ് എടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. എക്സാമിന് അറിയണം അല്ലേ എന്ത് പഠിക്കണം, അതുപോലെ PYQs ചെയ്യണം. പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മോഡൽ എക്സാം ചെയ്താൽ പോരെ എന്നുള്ളതാണ്. ആ ഒരു സ്ട്രാറ്റജിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എന്തായാലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിപ്പോൾ 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും അത് അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. പക്ഷെ മറ്റൊരുപാട് മോക്ക് എക്സാംസ് ഒക്കെ നമുക്ക് എന്തായാലും ചെയ്യാൻ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലും PSCയുടെ ആ ഒരു എക്സാം തന്നെ, PSC നേരത്തെ നടത്തിയിട്ടുള്ള എക്സാംസൊക്കെ അത് തന്നെ ചെയ്ത് പഠിക്കാമെന്ന്, അത് ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂ കേട്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ചെറിയൊരു പ്രായം, കയറിയിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണം ഒരുപാട്, 4 വർഷത്തെ പഠനം. പക്ഷെ നല്ല ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആയിരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി അല്ല. വർഷങ്ങളായി PSC പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്ന സമയം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അതിനു വേണ്ടി ഇരുന്നു. ഈ 4 വർഷം എനിക്ക് തോന്നുന്നു രാജലക്ഷ്മി ആ കൊറോണ വന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 1.5-2 കൊല്ലത്തിനുള്ളിൽ പഠനം തുടങ്ങിയ ലിസ്റ്റിൽ കയറേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു കൊറോണ പീരീഡിന്റെ ഇടയിൽ വന്ന ഒരു ഗ്യാപ്പിലാണ് 4 വർഷത്തേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ എക്സാമുകളിൽ തന്നെ ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുള്ള കൃത്യമായ പഠന സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ രാജലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചിതമല്ലാത്ത ഒരാളെ അല്ല, എന്നാലും ഇത്രയും നേരം ഇപ്പം ജോലി സ്ഥലത്തു നിന്നും നമുക്ക് വേണ്ടി ഇന്നൊരു ദിവസം ലീവ് എടുത്ത് നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കാനായിട്ട് ഇവിടെ വരുത്തി. അപ്പം അതിന് നന്ദി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും CCയുടെ പേരിലും ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ പേരിലും ഒരുപാട് നന്ദി. നമുക്ക് ഇനിയും വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു.